നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ പുസ്തകോത്സവം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ വാഴക്കുളം മേഖല വാർഷികം ആഘോഷിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തൊടുപുഴയിൽ സർക്കാർ ജീവനക്കാർ പ്രകടനം നടത്തി. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇന്റർമീഡിയറ്റ് കാവുംപടി റോഡിലുള്ള കലുങ്കും ചപ്പാത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് സാമൂഹ്യനീതി സമ്മേളനം നടന്നു. ജോസ്കോ ജുവലേഴ്സിന്റെ തൊടുപുഴ ഷോറൂം പ്രവർത്തനം തുടങ്ങി. സിനിമാ താരങ്ങളായ കാവ്യ മാധവനും സുരേഷ് ഗോപിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ പുസ്തകോത്സവം തൊടുപുഴയിൽ തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വായിച്ചു വളരുക നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ വരവോടുകൂടി വായനാശീലം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എല്ലാം നമുക്ക് നഗരസഭ അധ്യക്ഷൻ TJ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. MG സർവകലാശാല MA മലയാളം പരീക്ഷയ്ക്ക് 1ാം റാങ്ക് നേടിയ ആരതി P നായർക്ക് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഉപഹാരം നൽകി ആദരിച്ചു. PM പീറ്റർ രചിച്ച കാട് എന്ന നോവൽ വേദിയിൽ പ്രകാശനം ചെയ്തു. ഗ്രന്ഥശാല സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മത്തശ്ശൻ പുരയ്ക്കൽ, ജില്ലാ സെക്രട്ടറി KM ബാബു, പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, TR സോമൻ, ബാബു പള്ളിപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച പുസ്തകോത്സവം സമാപിക്കും. സ്വതന്ത്ര മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ വാഴക്കുളം മേഖല വാർഷികം ആഘോഷിച്ചു. ഇതിനോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നു. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന, എല്ലാത്തിലും ജാതി കാണുന്ന ഒരു സംസ്ഥാനത്ത് അതില്ലാതെയും പ്രവർത്തിച്ച് 41 വർഷം നിൽക്കാം എന്ന് തെളിയിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൽ മേഖലാ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ജോസഫ് വാഴക്കൻ MLA, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി, PK കൃഷ്ണൻ, ഷൈൻ കല്ലിങ്കൽ, ബൈജു മക്കോളിൽ, ഷിജു കുര്യാക്കോസ്, ജെയിംസ് കൊച്ചുകുടിയിൽ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ബഡ്ജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് NGO അസോസിയേഷൻ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. രാജേഷ് ബേബി, VE അബ്ബാസ്, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന ബജറ്റിനെ എതിർത്തുകൊണ്ട് FSTU നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. AN ചന്ദ്രബാബു, PK ലൈല, TM ഹാജറ തുടങ്ങിയവർ പ്രസംഗിച്ചു. KSRTC ബസ് നിയന്ത്രണം വിട്ട് മൺതിട്ടയിലിടിച്ചു. ബൈക്ക് യാത്രികൻ സാഹസികമായി രക്ഷപ്പെട്ടു. വണ്ണപ്പുറം ചേലച്ചുവട് റൂട്ടിൽ 40 ഏക്കർ ഭാഗത്ത് വെച്ച് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് യാത്രികനായ പീശാനിയിൽ അഷ്റഫ് ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. വളവ് തിരിഞ്ഞ റോങ് സൈഡ് വന്നപ്പോൾ എന്നെ ഇടിക്കുമെന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ ഈടിന്റെ സൈഡിൽ പിടിച്ചിട്ടും എന്റെ നേരെ വന്നപ്പോൾ ഞാൻ ബൈക്ക് മറിച്ചായിട്ട് അത്ഭുതമായി രക്ഷപ്പെടുകയായി. റോഡിലെ കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ മുള്ളിരിങ്ങാട് നിവാസികൾ പ്രതിഷേധിച്ചു. വണ്ണപ്പുറം മുള്ളിരിങ്ങാട് റോഡിലെ കലുങ്കുകളുടെ പണികളാണ് പൂർത്തീകരിക്കാതെ കിടക്കുന്നത്.
6 മാസം മുൻപ് പാതി വഴിയിൽ നിർമ്മാണം നിർത്തിയ സ്ഥിതിയാണ്. കുത്തനെയുള്ള കയറ്റങ്ങളും കൊടുവളവുകളുമുള്ള റോഡിൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപകടം പതിയിരിക്കുന്ന റോഡിലെ കലുങ്ക് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെട്ട ഇന്റർമീഡിയറ്റ് കാവുമ്പടി റോഡിലുള്ള കലുങ്കിന്റെയും ചപ്പാത്തിന്റെയും ഉദ്ഘാടനം മിടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ നിർവഹിച്ചു. ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിലുള്ള അതിയായ ശ്രദ്ധവും ആളുകളുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് ഈ വശങ്ങളിലുമായി താമസിക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകലം ഗോപി അധ്യക്ഷത വഹിച്ചു. സാജു കൊങ്ങോല, PA വേലുക്കുട്ടൻ, AD മാത്യു, ഇന്ദിര കൃഷ്ണൻ, ജോർജ് കാച്ചപ്പള്ളി, അജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ പഴയ പാലത്തിലെ നടപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. നടപ്പാതയിലെ ഇരുമ്പ് തകിടുകൾ തകർന്ന നിലയിലായിരുന്നു. ഇവ മാറ്റി സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വെള്ളിയമ്പറ്റം സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജൂബിലിയൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഐക്യത്തിലും മറ്റിടവകകൾക്ക് ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് സാമൂഹ്യനീതി സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ഐക്യ മലയാളിയ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യനീതി സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ സമാരാധ്യർ നിങ്ങളെ അഭിസംബോധന ചെയ്യും. പരിപാടികളിൽ പങ്കെടുക്കുവാൻ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ ദുരിതങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് സ്വാഗത പ്രാസംഗിക ഉദ്ഘാടന പ്രാസംഗിക പ്രാദേശിക തല വികസനത്തിൻ്റെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ഷാജി അരിക്കുഴ, M രാധാകൃഷ്ണൻ, ES ബിജു, S പത്മഭൂഷൺ, തട്ടുകുടി രവി, KP ശശി, P രാമചന്ദ്രമണി, ബിജു ചീങ്കല്ലൽ, AK ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് MS വിനയരാജ്, രാജൻ വക്കുപാറ, KN പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജലമില്ലാതെ അരി വേവിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. BJP മേഖലാ ജനറൽ സെക്രട്ടറി KV സിജു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭ പാർക്ക് അടുത്ത മാസം തുറക്കും. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൊടുപുഴ നഗരസഭാ പാർക്ക് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. അടുത്ത മാസം പാർക്ക് തുറന്നു കൊടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ. പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി അടുത്ത മാസം ആദ്യം പാർക്ക് തുറന്നു കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് നഗരസഭയെന്നും ചെയർമാൻ TG ജോസഫ് പറഞ്ഞു. 22.25 ലക്ഷം രൂപ മുടക്കിയാണ് പാർക്ക് നവീകരിച്ചിരിക്കുന്നത്. പഴയ കുളം നവീകരിച്ച് പുതിയ ബോട്ടുകൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തകർന്നു കിടന്ന പഴയ ഇരിപ്പിടങ്ങൾ നവീകരിച്ചിട്ടുണ്ട്. വിഷു എത്തും മുൻപ് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിലാണ് കൊന്നകൾ പൂത്ത് മനോഹര ദൃശ്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. തൊടുപുഴയിൽ ലയൺസ് ക്ലബിന്റെയും ലയൺസ് ക്ലബ് എലൈറ്റിന്റെയും നേതൃത്വത്തിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. R ജയശങ്കർ, റോയി ലൂക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസ്കോയുടെ തൊടുപുഴ ഷോറൂം ഇടുക്കി റോഡിൽ പ്രവർത്തനം തുടങ്ങി. സിനിമാ താരങ്ങളായ കാവ്യ മാധവനും സുരേഷ് ഗോപിയും ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു. വൻ ജനസാന്നിധ്യം കൊണ്ട് ഉദ്ഘാടനം ശ്രദ്ധേയമായി.
സ്വാഗതം. കഴിഞ്ഞ 4 വർഷത്തെയും പാരമ്പര്യത്തന്മയുടെയും നക്ഷത്ര തിളക്കത്താൽ കെടാവിളക്കായി പ്രശോഭിക്കുന്ന ആഭരണക്കല വിശേഷങ്ങൾക്ക് ഇന്ത്യയിലെ നമ്പർ 1 ജനപ്രിയ ജ്വല്ലറിയായ ജോസ്കോ ജ്വല്ലേഴ്സിന്റെ സിംഗപ്പൂർ ഇറ്റാലിയൻ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളെയും അതിപുരാതന രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന ഈജിപ്ഷ്യൻ ആൻഡ് ടർക്കിഷ് ഡിസൈൻ മാനങ്ങൾ തീർത്ത് വളർച്ചയുടെ പടവുകൾ എന്നീ മഹാനഗരങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ കാരണമായി തീർന്നത് ഇന്ന് സ്വർണ്ണത്തിളക്കത്തിന്റെ പിറന്നാളാണ്. സിനിമാ താരങ്ങളെ കണ്ടപ്പോൾ നഗരത്തിലെ താരങ്ങൾ അന്തം വിട്ടു. സിനിമാ താരങ്ങളോട് സൗഹൃദ സംഭാഷണത്തിന് നഗരസഭാ കൗൺസിലർമാർ മത്സരിക്കുന്ന കാഴ്ച കൗതുകമായി. ജോസ്കോ ജുവലേഴ്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കൗൺസിലർമാർ താരങ്ങളെ പൊതിഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ പുസ്തകോത്സവം തുടങ്ങി മന്ത്രി പി.ജെ. ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ വാഴക്കുളം മേഖല വാർഷികം ആഘോഷിച്ചു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തൊടുപുഴയിൽ സർക്കാർ ജീവനക്കാർ പ്രകടനം നടത്തി. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇന്റർമീഡിയറ്റ് കാവുമ്പടി റോഡിലുള്ള കലുങ്കും ചപ്പാത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി തൊടുപുഴ താലൂക്ക് സാമൂഹ്യനീതി സമ്മേളനം നടന്നു. ജോസ്കോ ജുവലേഴ്സിന്റെ തൊടുപുഴ ഷോറൂം പ്രവർത്തനം തുടങ്ങി. സിനിമാ താരങ്ങളായ കാവ്യ മാധവനും സുരേഷ് ഗോപിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.